2013 ഈ പുത്തരിക്കണ്ടത്ത് നടന്ന റാലിയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കി ഉൾപ്പെടുത്തണം, താക്കോൽ സ്ഥാനം നൽകണം എന്ന് പറഞ്ഞ ആ G. സുകുമാരൻ നായർ ഇപ്പോൾ 2013 ജനുവരിയാണത്. ഇപ്പോൾ 2025 ജനുവരി ആകുമ്പോൾ താക്കോൽ സ്ഥാനം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. താക്കോൽ സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നാവശ്യപ്പെടാം. ഇത് എൻ്റെ മകൻ എന്ന് പറയുന്ന രീതിയിലാണ്. NSSന്റെ പുത്രൻ എന്ന് ഇതുവരെയും തറവാടി നായർ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ NSSന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആ സമുദായം ഒന്നാകെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മേലങ്കി ചാർത്തി കൊടുക്കുകയാണ് ബ്രാൻഡിങ്ങിനേക്കാൾ ഉപരി ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ നായർ ബ്രാൻഡിങ്ങിനോട് രമേശ് ചെന്നിത്തലയ്ക്ക് 2013 വിയോജിപ്പുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. വിയോജിപ്പില്ല എന്നതിൻ്റെ ഉത്തരമാണ് ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിലെ വാചകം. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്ന രമേശ് ചെന്നിത്തലയുടെ വാചകം. ഞാൻ ആ ബ്രാൻഡിനെ ഉൾക്കൊള്ളുന്നു, ആ ബ്രാൻഡിൻ്റെ അംബാസഡർ ആകാൻ ഐ ആം റെഡി എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയത്. 2013 ഒരു വാചകവും ഇനി രമേശ് ചെന്നിത്തലയിൽ നിന്ന് NSSനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായി തന്നെ നിൽക്കും. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിരുപാധിക പിന്തുണ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.